എല്ലാവർക്കും ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ ദി സ്ലൈഡ്സ്. 5 ടോപ്പിക്സ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. അതിൽ 2 തിയറി പാർട്ടും 3 ലിറ്റററി പാർട്ടും ആണ് വരുന്നത്. അപ്പോ വി ആർ ജസ്റ്റ് ലെഫ്റ്റ് വിത്ത് 5 മോർ ടോപ്പിക്സ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വി ആർ ലെഫ്റ്റ് വിത്ത് 5 മോർ ടോപ്പിക്സ്. നമുക്ക് ബാക്കി വരുന്ന ടോപ്പിക്സ് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല, മഞ്ജുള പത്മനാഭന്റെ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന പ്ലേ, മഹേഷ് ദത്താനയുടെ ഡാൻസ് ലൈക്ക് എ മാൻ. ഇത് 3 പ്ലേസ് ആണ് അല്ലെ, ഡ്രാമ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മെജോറിറ്റി പോയട്രി ആയിരുന്നു. ഓക്കെ, സോ ടുഡേ വിൽ ബി ഡീലിംഗ് വിത്ത് 3 ഡ്രാമ ആൻഡ് 2 തിയറി പാർട്ട് നമുക്കുണ്ട്. എസ്.എൻ. ദാസ് ഗുപ്തയുടെ ദി തിയറി ഓഫ് രസ ആൻഡ് കുഞ്ഞുണ്ണി രാജയുടെ തിയറി ഓഫ് ധ്വനി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഒത്തിരി ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെ. ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല എന്ന് പറയുന്നത് ഒരു മിത്തോളജി ആൻഡ് മോഡേണിസം ഇന്റർമിക്സ് ചെയ്ത് വരുന്ന ഒരു വർക്കാണ്. പിന്നെ മഞ്ജുള പത്മനാഭന്റെ ഹാർവെസ്റ്റ് ആണെങ്കിൽ ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. ഡാൻസ് ലൈക്ക് എ മാന് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ കുറച്ച് റിയാലിറ്റീസിനെയാണ് കാണിക്കുന്നത്. പിന്നെ ബാക്കി 2 തിയറി പാർട്ടും നമ്മളത് ഇന്ത്യൻ ഫിലോസഫിയിൽ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫിയുടെ നാഴികക്കല്ലുകൾ എന്ന് പറയാൻ പറ്റുന്ന 2 ബേസിക് ആയിട്ടുള്ള തിയറി പാർട്ടുകളും, രസ തിയറി ആൻഡ് ധ്വനി തിയറി, ഇത്രയും നമ്മൾ നമ്മുടെ കഴിഞ്ഞ ഒത്തിരി ക്ലാസ്സുകളായിട്ട് ഓൾറെഡി കവർ ചെയ്ത് പോന്നിട്ടുള്ള ഭാഗങ്ങളാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നുള്ളത്. വി ആർ ഹാവിംഗ് 5 ടോപ്പിക്സ്. ഓരോ ടോപ്പിക്കിനും അപ്രോക്സിമേറ്റ്ലി ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ടോട്ടലി 50 ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യണം. വിച്ച് മീൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കും ആൻഡ് ദെൻ നിങ്ങളുടെ അടുത്ത് ഓപ്ഷൻസ് ചോദിക്കും. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അടിപൊളിയായിട്ട് വളരെ സ്പീഡിൽ ഒത്തിരി പേര് കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഓപ്ഷൻ ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്പീഡിൽ മൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്, സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. വി ക്യാൻ ടേക്ക് ദാറ്റ് ഇൻ ടു കൺസിഡറേഷൻ. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡലയാണ്. നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് വരുന്നതിന് മുൻപ് ഐ ഹോപ്പ് യു ഹാവ് ഹാഡ് എ ക്വിക്ക് റിവിഷൻ. നമ്മുടെ ക്ലാസ്സസ് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് വേണം കേട്ടോ വരാന്. അതിനാണ് നിങ്ങൾക്ക് നേരത്തെ സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത്. ഇന്ന് ഇത്ര ടോപ്പിക്കാണ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ക്വിക്ലി റിവൈസ്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡലയാണ്. നാഗമണ്ഡല എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോക്ക് പ്രാക്ടീസസിനെയും മോഡേൺ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലിനെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. സോ റാണി എന്ന് പറയുന്ന കഥാപാത്രം, അവരുടെ ഹസ്ബൻഡ് അപന്ന, ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ്. കുറെ നാഗങ്ങളും മിത്തോളജിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയും വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാം. The original language of Nagamandala is. ഏതാണ് നാഗമണ്ഡല എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ ഒറിജിനൽ ലാംഗ്വേജ്? ടെൽ മീ, which is the original language of Nagamandala? Come on, എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യൂ. ഓപ്ഷൻ എ ആണ് പറയുന്നത്. യെസ്, കന്നഡയാണ് കേട്ടോ. കന്നഡയിലാണ് ഒറിജിനലി നാഗമണ്ഡല എന്ന് പറയുന്ന ടെക്സ്റ്റ് വരുന്നത്. പിന്നീട് ഇംഗ്ലീഷിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യാണ് ഉണ്ടായത് കേട്ടോ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, കന്നഡ. രണ്ടാമത്, നാഗമണ്ഡല വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഓർ പെർഫോംഡ് ഇൻ ദി ഇയർ. ഏത് വർഷമാണ് നാഗമണ്ഡല എന്ന് പറയുന്ന വർക്ക് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓർ പെർഫോം ചെയ്യുന്നത്? ഇത് പബ്ലിഷ് ചെയ്ത വർഷത്തിൽ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നതും. ചില വർക്കുകൾക്ക് 2 ഡേറ്റ് ഉണ്ടാവും കേട്ടോ. പബ്ലിഷ് ചെയ്ത ഡേറ്റും ആദ്യമായിട്ട് ഇത് സ്റ്റേജിൽ പെർഫോം ചെയ്ത ഡേറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഇറ്റ്സ് ലൈക്ക് ചില കവിതകൾ നമ്മൾ പഠിക്കും, അത് എഴുതിയ വർഷവും പബ്ലിഷ് ചെയ്ത വർഷവും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നാഗമണ്ഡല എന്ന് പറയുന്നത് രണ്ടും ഒരേ ഡേറ്റ് ആണ്. ഏത് ഡേറ്റിലാണ് നാഗമണ്ഡല പബ്ലിഷ് ചെയ്യുന്നത്? പറയോ?
നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഈ ഡേറ്റ്സ് കേട്ടോ. ഏത് വർഷമാണ് ഇറങ്ങിയത്, അതേപോലെ ഒരു വർക്കിന് ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും അവാർഡോ, ഇപ്പൊ പുലിറ്റ്സർ പ്രൈസ്, ഗീതാഞ്ജലി പഠിക്കുമ്പോൾ അതിന് ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവാർഡ്സ് ഒക്കെ കിട്ടിയ ടെക്സ്റ്റ് ആണെങ്കിൽ ആ കിട്ടിയ അവാർഡ് ഏത് വർഷമായിരുന്നു, അങ്ങനെ ഡേറ്റുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ടെൽ മീ. 1988 കേട്ടോ നമ്മുടെ നാഗമണ്ഡല പബ്ലിഷ് ചെയ്യുന്നത് 1988. ഓക്കെ. Next, the play is primarily based on Greek mythology, Indian folklore, Shakespearean drama, modern realism. എന്ത് മെത്തേഡിലാണ്, എന്ത് സ്റ്റൈലിലാണ് വരുന്നത്? ഗ്രീക്ക് മിത്തോളജി, നമ്മള് അഥേന, അങ്ങനെ ഒരുപാട് ഗ്രീക്ക് ദേവന്മാര്, സിയൂസ്, ഇവരുടെയൊക്കെ മിത്തോളജീസ് വായിക്കുന്നുണ്ട്. ആ സ്റ്റൈലിലാണ്, ആ മിത്താണോ വരുന്നത്? ഇന്ത്യൻ ഫോക്ലോർ ആണോ വരുന്നത്? ഷേക്സ്പീരിയൻ ഡ്രാമയാണോ വരുന്നത്? മോഡേൺ റിയലിസം ആണോ വരുന്നത്? ഏതാണ് വരുന്നത്? ഇന്ത്യൻ ഫോക്ലോർ ആണ് അല്ലെ. ഇന്ത്യൻ ഫോക്ക് പ്രാക്ടീസസ് ആണ്, റിയലിസം അല്ല വരുന്നത്. ഇന്ത്യൻ ഫോക്ക് പ്രാക്ടീസസും മോഡേൺ ആയിട്ടുള്ള കുറച്ച് കൺസേൺസും ലൈക് പാട്രിയാർക്കി പോലെയുള്ള മോഡേൺ ഇഷ്യൂസിനെയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ പ്രൈമറിലി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ ഫോക്ക് പ്രാക്ടീസസ്. ഓക്കെ, കറക്റ്റ് ആണ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത്, ദി ഫ്ലെയിംസ് ഇൻ ദി പ്ലേ റെപ്രസെന്റ്. ഫ്ലെയിംസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദി ഫ്ലെയിംസ് ഇൻ ദി പ്ലേ റെപ്രസെന്റ് വാട്ട്? Gods, villagers, spirits of stories, light and storytelling tradition. ദൈവങ്ങളെയാണോ, വില്ലേജേഴ്സിനാണോ, സ്റ്റോറീസിന്റെ ആത്മാക്കളാണോ, ലൈറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനെ ആണോ, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വെളിച്ചത്തെയും പിന്നെ ഈ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ, ഇറ്റ്സ് വെരി ഓൾഡ് ട്രഡീഷൻ ഇൻ ഇന്ത്യ. എന്തിനാണ്? ലൈറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ ആണ് കേട്ടോ. ഈ കഥയില് ഫ്ലെയിംസ്, ദീപങ്ങള്, സ്റ്റോറീസ്, ദീപങ്ങൾ ഇങ്ങനെ സ്റ്റോറിയിൽ പേഴ്സോണിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു കഥക്കകത്തുള്ള പേഴ്സോണിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഫ്ലെയിംസ് ആർ നറേറ്റിംഗ് ദി സ്റ്റോറി. അപ്പൊ ആ ഒരു ഇന്ത്യയിൽ വളരെ ഓറൽ ട്രഡീഷൻസ് ഉണ്ട്. ഈ കഥ എന്ന് പറയുന്നത്, നമ്മൾ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റോറി ടെൽ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ജനറേഷൻ അടുത്ത ജനറേഷന് കൈമാറുന്ന കഥകളാണ്. അപ്പൊ ആ ഒരു ട്രഡീഷനെ സൂചിപ്പിക്കാനാണ് ഫ്ലെയിംസ് ഇതിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, why is Nagamandala called a play within a play? എന്തുകൊണ്ടാണ് നാഗമണ്ഡലയെ നമ്മൾ പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്? ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ എൻഡിങ്സ്, a story is narrated inside the main play, it has no central plot, it uses only dialogue. എന്താണ് പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയാനുള്ള കാരണം എന്താണ്? സിമ്പിൾ അല്ലേ? ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചാൽ അതിന്റെ ഒരു ആൻസർ കിട്ടും. Tell me, why is it called a play within a play? എല്ലാവരും പറയും. ഇനി ഒത്തിരി പേരുണ്ടല്ലോ ക്ലാസ്സിൽ. Come on. എന്തുകൊണ്ടാണ് നമ്മൾ നാഗമണ്ഡലയെ പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയാനുള്ള കാരണം എന്താണ്? പറയൂ. A story is narrated inside the main play. അല്ലെ, ഒരു കഥക്കകത്ത് ഒരു കഥ വരുന്നുണ്ട്. എങ്ങനെയാണ്? ആദ്യം സ്റ്റോറി എന്ന് പറയുന്ന കഥാപാത്രമാണ് കഥ വിവരിക്കുന്നത് അല്ലെ. ഒരു അമ്പലത്തില് കഥ വിവരിക്കുന്ന കഥാപാത്രം എന്താണ്? സ്റ്റോറി തന്നെയാണ്. അപ്പൊ കഥയെ അവിടെ പേഴ്സോണിഫൈ ചെയ്യാണ് കേട്ടോ. സ്റ്റോറി ഇസ് ദി നറേറ്റർ ഓഫ് ദി പ്ലേ നാഗമണ്ഡല. നാഗമണ്ഡല എന്ന് പറയുന്ന കഥ വിവരിക്കുന്നത് സ്റ്റോറി എന്ന് പറയുന്ന പേഴ്സോണിഫിക്കേഷൻ ആണ്. അപ്പൊ ആ സ്റ്റോറി ഒരു അമ്പലത്തിൽ ഇരുന്നിട്ട് ഈ കഥ വിവരിക്കുന്നതും പിന്നെ നമ്മുടെ നാഗമണ്ഡല എന്ന് പറയുന്ന ഇന്റേണൽ പ്ലേ, ഇത് രണ്ടും കൂടി വരുമ്പോൾ ഇറ്റ്സ് എ പ്ലേ വിത്തിൻ എ പ്ലേ. ഓക്കെ, സോ ഈ പ്ലേ വിത്തിൻ എ പ്ലേക്ക് വേറൊരു വേർഡും കൂടിയുണ്ട്, അതും കൂടെ പറയൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വാട്ട് ഡു വി കോൾ എ പ്ലേ വിത്തിൻ എ പ്ലേ ടെക്നിക്? എന്ത് നറേറ്റീവ് എന്നാ നമ്മൾ പറയല്? കഥക്കകത്ത് കഥ വരുന്ന ടെക്നിക്കിനെ നമ്മൾ എന്ത് നറേറ്റീവ് എന്നാ പറയല്? ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ ഒത്തിരി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. When a story comes inside a story, what do we call it? ആ നറേറ്റീവ് ടെക്നിക്കിനെ നമ്മൾ എങ്ങനെയാ പറയല്? യെസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒത്തിരി തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്ട് ഡു വി കോൾ? ആ ടേം എന്താണ്? കഥക്കകത്ത് കഥ വരുന്ന നറേറ്റീവ് സ്റ്റൈലിനെ നമ്മൾ എന്താ പറയാ? അറിയോ? ആർക്കെങ്കിലും അറിയോ?
ഫ്രെയിം നറേറ്റീവ് എന്നാണ് കേട്ടോ. അപ്പൊ ചിലപ്പോ അവര് പ്ലേ വിത്തിൻ എ പ്ലേ എന്നാവില്ല പറയല്. വൈ ഇസ് നാഗമണ്ഡല കോൾഡ് എ ഫ്രെയിം നറേറ്റീവ് എന്ന് ചോദിക്കും. ഫ്രെയിം നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കഥ, ആ കഥയുടെ ഫ്രെയിമിന്റെ ഉള്ളിൽ മറ്റൊരു കഥ. സോ ഫ്രെയിം നറേറ്റീവ് എന്ന് നമ്മൾ പറയും. യൂഷ്വലി ഫ്രെയിം നറേറ്റീവ് എന്നുള്ള ഒരു ടേം ആണ് പറയല് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ദി ക്യാരക്ടർ സ്റ്റോറി ഇൻ ദി പ്ലേ റിമൈൻസ് സൈലന്റ്, creates dramatic conflict, represents history, act as a narrator. What does the character story do in the play Nagamandala? നാഗമണ്ഡല എന്ന് പറയുന്ന വർക്കിൽ ദി ക്യാരക്ടർ ഓഫ് സ്റ്റോറി എന്താണ് ചെയ്യുന്നത്? ഡസ് ഇറ്റ് റിമെയിൻ സൈലന്റ്, ഓർ അതാണോ ഡ്രമാറ്റിക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്? അതോ ചരിത്രം പറയാണോ, നറേറ്റ് ചെയ്യാണോ, എന്താണ് ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പറയൂ. വാട്ട് ഡസ് ദി ക്യാരക്ടർ ഓഫ് സ്റ്റോറി ഡു ഇൻ ദി പ്ലേ? സ്റ്റോറി എന്ന് പറയുന്ന കഥാപാത്രം എന്താണ് ചെയ്യുന്നത്? അറിയോ? നോ ഗെസ്സസ്? കം ഓൺ, ദിസ് ഇസ് എൻ ഈസി ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ഗെസ് ചെയ്യൂ. നോ, നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതിൽ കംപ്ലീറ്റ് സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. ഈ നാഗമണ്ഡല എന്ന് പറയുന്ന കഥയുടെ നരേറ്റർ ആരാണ്? സ്റ്റോറിയാണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ്. ഒന്നും കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ക്വിക്ലി കേട്ട് നോക്കിയാൽ മതി. അതായത് ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിക്കൊരു ഓൾഡ് സ്റ്റോറി അറിയാം, ഒരു മിത്തോളജി അറിയാം, പക്ഷെ അവരത് ആരുടെ അടുത്തും പറയുന്നില്ല. അപ്പൊ ഈ കഥ ഇറ്റ്സ് ബീങ് ട്രാപ്ഡ് ഇൻസൈഡ് ദിസ് ഓൾഡ് വുമൺ. ഈ വയസ്സായ സ്ത്രീയുടെ ഉള്ളിൽ ട്രാപ്പായി കിടക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ സ്വയം പുറത്തേക്ക് വന്നിട്ട് സ്വയം വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അതെ, സോ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു ഡ്രാമക്കകത്ത് നറേറ്ററുടെ പേരാണ് കേട്ടോ. നെക്സ്റ്റ്, നാഗാസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു അപർണ സജസ്റ്റ് reality is fixed, identity is fluid, truth is absolute, society is just. നാഗയുടെ ട്രാൻസ്ഫോർമേഷൻ, നാഗ ആരുടെ രൂപത്തിലാണ്? റാണിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അപർണയുടെ രൂപത്തിലാണ് നാഗ വരുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, സ്വന്തം രൂപം മാറുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Come on, is reality fixed, identity fluid, truth is absolute, society is just. റിയാലിറ്റി ഫിക്സ്ഡ് അല്ല അല്ലെ? കാരണം റിയാലിറ്റി ഫിക്സ്ഡ് അല്ല. നമുക്ക് ഇടക്ക് നാഗ ഹസ്ബൻഡ് ആയിട്ട് വരുന്നുണ്ട്. റാണിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവാണ് രാത്രി വരുന്നത്, പക്ഷെ ആക്ച്വലി നാഗയാണ് ഭർത്താവിന്റെ രൂപത്തിലാണ്. അപ്പൊ റിയാലിറ്റി എന്ന് പറയുന്നത് ഒട്ടും അവിടെ ഫിക്സ്ഡ് അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല. പിന്നെ ഐഡന്റിറ്റി ഫ്ലൂയിഡ് ആണോ? ഐഡന്റിറ്റി ഫ്ലൂയിഡ് ആണ്. കാരണം നാഗയാണ് അപർണ, അപർണയാണ് നാഗ, രൂപങ്ങൾ ഇങ്ങനെ മാറി വരികയാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും സ്റ്റേബിൾ അല്ല, മാറി മറയുന്നതാണ് കേട്ടോ. ട്രൂത്ത് ഈസ് ആബ്സല്യൂട്ട്, സത്യം എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ആണ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. കാരണം റാണി മനസ്സിലാക്കിയിട്ടുള്ള സത്യമല്ല അപർണ മനസ്സിലാക്കിയിട്ടുള്ള സത്യം. ഭയങ്കര ഇതിൽ ട്രൂത്തും റിയാലിറ്റിയും തമ്മിൽ ഇങ്ങനെ മാറി മറയുന്നുണ്ട്. പിന്നെ സൊസൈറ്റി ഈസ് ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, നീതിപൂർവ്വമുള്ള ഒരു സമൂഹമാണോ? അല്ലല്ലേ, ഭയങ്കര പാർഷ്യൽ ആയിട്ടുള്ള സ്ത്രീകളോട് ഭയങ്കര സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ സൊസൈറ്റി ഈസ് നോട്ട് അറ്റ് ഓൾ ജസ്റ്റ്. ഓക്കെ, സോ ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ? നമുക്ക് ഏതാ പറയാൻ പറ്റാ? ഐഡന്റിറ്റി ഈസ് ഫ്ലൂയിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നാഗാസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു അപർണ സജസ്റ്റ് ഓപ്ഷൻ ബി, ഐഡന്റിറ്റി ഈസ് ഫ്ലൂയിഡ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല, അതിങ്ങനെ മാറി വരുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 8. ദി എൻഡിങ് എലവേറ്റ്സ് റാണി ടു എ ഗോഡസ് ലൈക്ക് ഫിഗർ, എ വിക്ടിം, എ സെർവന്റ്, എ സ്റ്റോറി ടെല്ലർ. നമ്മുടെ ടെക്സ്റ്റിന്റെ ലാസ്റ്റിലോട്ട് റാണി എങ്ങനെയാണ് ഉയരുന്നത്? എങ്ങനെയാണ്? കഥയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള, വളരെ സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു റാണി എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിൽ കഥയുടെ അവസാനത്തിലേക്ക് അവരുടെ ആ ഒരു ഓർഡിയൽ ഒക്കെ ഉണ്ട് അല്ലെ? ഓർഡിയൽ എന്താ? ഓർഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ?
ഞാൻ പറഞ്ഞിരുന്നു ഒരു വിചാരണമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ ഓർഡിയലൊക്കെ കഴിഞ്ഞ ശേഷം അവര് വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അവരെ ഒരു ദേവതയെ പോലെ, ഒരു ദൈവത്തെ പോലെ, ഗോഡസ് ലൈക്ക് ഫിഗർ ആയിട്ടാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അവര് കോബ്രയുടെ, അതായത് നാഗത്തിന്റെ കൊച്ചിൽ കൈയിട്ടിട്ടും അവരെ പാമ്പ് കൊത്തുന്നില്ല. അപ്പൊ അവരൊരു ദൈവ തുല്യമായിട്ടാണ് പിന്നീട് ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. സോ കറക്റ്റ് ആണ്, ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ്. ഗോഡസ് ലൈക്ക് ഫിഗർ ആണ്. അടുത്തത്, Karnad's dramatic style is marked by pure realism, only satire, myth plus modern concerns, political propaganda. കർണാടിന്റെ ഡ്രമാറ്റിക് സ്റ്റൈലിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? കംപ്ലീറ്റ് റിയലിസം ആണോ? റിയലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണോ? സറ്റയർ ആണോ? ആക്ഷേപഹാസ്യമാണോ? മിത്ത് ആൻഡ് മോഡേൺ കൺസേൺസ്, മിത്തോളജിയും അതേസമയം ഇന്ന് നിലവിലുള്ള മോഡേൺ കൺസേൺസ്, പ്രോബ്ലംസിനെ മിക്സ് ചെയ്തിട്ടാണോ? ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പജൻഡയാണോ കർണാട് മുന്നോട്ട് വെക്കുന്നത്? ഗിരീഷ് കർണാട് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്ന ഡ്രമാറ്റിക് സ്റ്റൈൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. മിത്ത് പ്ലസ് മോഡേൺ കൺസേൺ ആണ് അല്ലെ. അതായത് ആൻഷ്യന്റ് ഇന്ത്യൻ മിത്തോളജീസ്, നാഗങ്ങളൊക്കെ നമ്മുടെ പണ്ടത്തെ മിത്തോളജീസ്, ഐതിഹ്യങ്ങളിൽ വരുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ ഐതിഹ്യങ്ങളും ഇന്ന് നിലവിലുള്ള പ്രശ്നങ്ങളെയും മിക്സ് ചെയ്യാണ്. ഇന്ന് നിലവിലുള്ള പാട്രിയാർക്കി, ജെൻഡർ റോൾസ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ട്രഡീഷണൽ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം, ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ് യൂസിങ് മിത്തോളജീസ്. സോ അദ്ദേഹത്തിന്റെ ഡ്രാമാറ്റിക് സ്റ്റൈല് മിത്ത് പ്ലസ് മോഡേൺ കൺസേൺസ് ആണ്. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ഫ്രം നാഗമണ്ഡല. ദി പബ്ലിക് ട്രയൽ, അതായത് ഓർഡിയൽ, വിചാരണ ഓഫ് റാണി ബൈ ദി വില്ലേജ് എൽഡേഴ്സ് റിഫ്ലെക്ട്സ് ജെൻഡർ ഇക്വാലിറ്റി, rational justice system, patriarchal social norms, democratic values. റാണിയെ വില്ലേജിലെ എൽഡേഴ്സ്, മുതിർന്ന ആളുകൾ കൂടിയിട്ട് വിചാരണ ചെയ്യുന്നുണ്ട്. ആ വിചാരണ കാണുമ്പോൾ നമുക്ക് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സമൂഹത്തിലുള്ള ജെൻഡർ ഈക്വാലിറ്റി ആണോ? സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്നാണോ കാണിക്കുന്നത്? റാഷണൽ ജസ്റ്റിസ് സിസ്റ്റം, വളരെ നീതിപൂർവമുള്ള ഒരു ജസ്റ്റിസ് സിസ്റ്റം ആണോ? യുക്തിപൂർവമുള്ള ഒരു നിയമവ്യവസ്ഥയാണോ? പാട്രിയാർക്കിയൽ സൊസൈറ്റൽ നോംസ്, വളരെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, പുരുഷാധിപത്യം നിറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ആണോ? ഡെമോക്രസി ആണോ? എന്താണ് സൂചിപ്പിക്കുന്നത്? ക്ലിയർ ആണല്ലേ? വളരെ പാട്രിയാർക്കിയലാണ്. സ്ത്രീയുടെ പക്ഷത്ത് നിയമവും നീതിയും ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വളരെ ഇറാഷണൽ ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റമാണ് നിലവിൽ വെക്കുന്നത്. അപ്പൊ അതൊരിക്കലും ജെൻഡർ ഇക്വാലിറ്റി അല്ല, സ്ത്രീ വിരുദ്ധതയാണ്. അപ്പൊ പാട്രിയാർക്കിയൽ സോഷ്യൽ നോംസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡലയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് മഞ്ജുള പത്മനാഭന്റെ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന പ്ലേ ആണ് കേട്ടോ. അപ്പൊ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന പ്ലേ കുറച്ചും കൂടി മോഡേൺ സെറ്റിംഗിൽ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് മുംബൈയിലാണ് അല്ലെ. വരാനിരിക്കുന്ന ഫ്യൂച്ചറിലെ മുംബൈ എന്ന് പറയുന്ന സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഒരു സംഗതിയാണ് ഹാർവെസ്റ്റ് എന്ന് പറയുന്ന പ്ലേയിൽ കാണിക്കുന്നത്. അപ്പൊ ആ പ്ലേയിലൂടെ അവർ പറയാൻ പോകുന്നത് ടെക്നോളജി എങ്ങനെയാണ് ആളുകളെ എന്താ പറയുക ഡൊമിനേറ്റ് ചെയ്യുന്നത്, പിന്നെ വെസ്റ്റേൺ ഇമ്പീരിയലിസം, എങ്ങനെയാണ് ക്യാപിറ്റലിസം, ഇതൊക്കെ ഈ പറഞ്ഞ മോഡേൺ പ്രോബ്ലംസിനെയാണ് മഞ്ജുള പത്മനാഭൻ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന വർക്കിലൂടെ വായിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, so let's look at the questions. Harvest won the Onassis Prize in 1993, 1997, 2001, 1990. ഏത് വർഷത്തിലാണ് ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ഈ വർക്കിന് ഒനാസിസ് പ്രൈസ് കിട്ടുന്നത്? ഏത് വർഷത്തിലാണ്? 1997 കേട്ടോ. മഞ്ജുള പത്മനാഭന്റെ ഹാർവെസ്റ്റിന് ഒനാസിസ് പ്രൈസ് കിട്ടുന്നത് 1997. നെക്സ്റ്റ്, ദി പ്ലേ ഈസ് സെറ്റ് ഇൻ ഡൽഹി സ്ലംസ്, ആൻഷ്യന്റ് ഇന്ത്യ, ലണ്ടൻ, ഫ്യൂച്ചറിസ്റ്റിക് മുംബൈ. എവിടെയാണ് ഈ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. ടെക്സ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഡൽഹിയിലെ തെരുവുകളിലാണോ? പ്രാചീന ഇന്ത്യയിലാണോ? അബ്രോഡ് ലണ്ടനിലാണോ? വരാനിരിക്കുന്ന മുംബൈയിലാണോ? ഫ്യൂച്ചറിലുള്ള മുംബൈയിലാണോ? എവിടെയാണ് ഈ ടെക്സ്റ്റിന്റെ സെറ്റിംഗ് കിടക്കുന്നത്? ഫ്യൂച്ചറിസ്റ്റിക് മുംബൈയിലാണ് അല്ലെ. വരാനിരിക്കുന്ന ഫ്യൂച്ചറിലുള്ള മുംബൈയിലാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ ലൊക്കേഷൻ കിടക്കുന്നത്. നെക്സ്റ്റ്, ഓം പ്രകാശ് സെൽസ് ഹിസ് ഓർഗൻസ് ടു ഇന്റർപ്ലാന്റ സർവീസസ്, എ ഗവൺമെന്റ് സ്കീം, a hospital, a foreign embassy. ആർക്കാണ് സ്വന്തം അവയവങ്ങള് ഓം വിൽക്കുന്നത്? ആർക്കാണ്?
പറയൂ. ആർക്കാണ് ഓം സ്വന്തം അവയവങ്ങൾ വിൽക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആ ഒരു വർക്ക് കംപ്ലീറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്? ഓം സ്വന്തം അവയവങ്ങൾ ആർക്ക് വേണ്ടി വിറ്റിട്ടാണ്? കംപ്ലീറ്റ് പ്രോബ്ലംസ് കിടക്കുന്നത് എവിടെയാണ്? ഇന്റർ പ്ലാന്റ സർവീസസിന് അദ്ദേഹം കൊടുത്തിട്ടാണ് അല്ലെ. ഇന്റർ പ്ലാന്റ സർവീസസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കമ്പനി ആയിട്ട് ഓം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാണ്. അതോടുകൂടി അവരുടെ ശരീരവും അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ശരീരം ആ ഒരു ഏജൻസി ഏറ്റെടുക്കുകയും അവര് കംപ്ലീറ്റ്ലി അവരുടെ പഠനങ്ങൾക്ക് വിധേയമായിട്ട് അവരുടെ ശരീരത്തെ വിട്ടുകൊടുക്കാൻ നിർബന്ധിതനാവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓം പ്രകാശ് സെൽസ് ഹിസ് ഓർഗൻസ് ടു ഇന്റർ പ്ലാന്റ സർവീസസ്. Next, the gods in the play symbolize freedom, justice, tradition, surveillance and control. ഈ പറയുന്ന ഗാഡ്സ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഗാഡ്സ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? പറയൂ, ഗാഡ്സ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? The gods in the play symbolize freedom, justice, tradition, surveillance and control. Alright. സോ ഗാഡ്സ് സിംബലൈസ് ചെയ്യുന്നത് സർവൈലൻസ് ആൻഡ് കൺട്രോളിനെയാണ് കേട്ടോ. അതായത് എല്ലാ സമയവും ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗാഡ് സിംബലൈസസ് ടെക്നോളജി എങ്ങനെയാണ് ഇവരെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് എന്നാണ്. നെക്സ്റ്റ്, the play criticizes globalization by showing cultural harmony, equal opportunities, exploitation of the poor, technological growth only. അതായത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് കൾച്ചറൽ ഹാർമണി ആണോ, പല കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ ഒരുമിച്ച് ഇന്റർമിക്സ് ചെയ്ത് പോവാണോ ചെയ്യുന്നത്? ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങളാണോ? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി പുവർ, പണക്കാരന് കൂടുതൽ അവസരങ്ങളും പാവപ്പെട്ടവന് ചൂഷണം ചെയ്യപ്പെടുകയാണോ? ടെക്നോളജിക്കൽ ഗ്രോത്ത് ഉള്ളി, ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളുടെ വളർച്ച. എന്താണ് സൂചിപ്പിക്കുന്നത്? ക്ലിയർ ആണ് അല്ലെ? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി പുവർ ആണ്, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ചിന്നി റെപ്രസെന്റ്സ് ഇന്ത്യൻ കൾച്ചർ, വെസ്റ്റേൺ കൺസ്യൂമറിസം, പൊളിറ്റിക്കൽ അതോറിറ്റി, ട്രഡീഷൻ. ജിന്നി എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ഇതിൽ എന്തിനെയാണ് കാണിക്കുന്നത്? അവളൊരു വൈറ്റ് വുമൺ ആണ് അല്ലെ. ഷീ ഈസ് എ ഫോറിൻ വുമൺ. സോ അവര് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഇന്ത്യൻ ഫാമിലിയെ വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പുവർ ഇന്ത്യൻ ഫാമിലി അവർ വിലക്ക് വാങ്ങി അവരെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, കമ്മോഡിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. സോ വെസ്റ്റേൺ കൺസ്യൂമറിസത്തിന്റെ അപകടങ്ങളാണ് ഇവിടെ നമുക്ക് ജിന്നി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിലൂടെ കാണാൻ പറ്റുന്നത്. വെസ്റ്റേൺ കൺസ്യൂമറിസം, വെർച്വൽ കൺട്രോളും. വെർച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലൈനായിട്ട് ഇപ്പൊ നമ്മൾ CCTV ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്താൻ പറ്റാത്ത ഇടങ്ങൾ നമ്മൾ വീക്ഷിക്കാൻ CCTV ഉപയോഗിക്കും. അങ്ങനെ ഓൺലൈനായിട്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന വെർച്വൽ കൺട്രോളും കൂടിയാണ് ജിന്നി ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ജയാസ് ക്യാരക്ടർ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് പാസീവ്, വീക്ക്, ഇൻഡിഫറന്റ്, അസർട്ടീവ് ആൻഡ് റെസിസ്റ്റന്റ്. ജയ എന്ന് പറയുന്ന ഇതിലൊരു ഫീമെയിൽ കഥാപാത്രമുണ്ട്, ഓമിന്റെ വൈഫ്. ജയ എങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്? അവര് വളരെ പാസീവ് ആണോ? വളരെ സൈലന്റ് ആയിട്ടാണോ? വീക്ക് ആണോ? ഇൻഡിഫറന്റ്, വളരെ റൂഡ് ആൻഡ് അരഗന്റ് ആണോ? അസർട്ടീവ് ആൻഡ് റെസിസ്റ്റന്റ് ആണോ? അസർട്ടീവ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ നേരിട്ട് പറയുന്ന, ചൂഷണം റെസിസ്റ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണോ? എന്താണ്? അസർട്ടീവ് ആൻഡ് റെസിസ്റ്റന്റ് ആണ് അല്ലെ. അവള് കണ്ടിന്യൂസ് ആയിട്ട് ഓം ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് ചോദ്യം ചെയ്യുന്നുണ്ട്. അവള് ത്രൂ ഔട്ട് ദി പ്ലേ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഷീ ഈസ് അസർട്ടീവ് ആൻഡ് റെസിസ്റ്റന്റ്. നെക്സ്റ്റ്, ദി എൻഡിങ് ഓഫ് ദി പ്ലേ ഈസ് കോമിക്, ഹിസ്റ്റോറിക്കൽ, ട്രാജിക് ഒൺലി, ഓപ്പൺ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വർക്ക് എൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഹാസ്യത്തിലാണോ? ഒരു കോമഡിയിലാണോ എൻഡ് ചെയ്യുന്നത്? ഹിസ്റ്ററിക്കൽ ആണോ? ചരിത്ര പ്രധാനമായിട്ടുള്ള രീതിയിലാണോ? ട്രാജഡിയിലാണോ? ഓപ്പൺ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ആണോ? ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർക്ക് എൻഡ് ചെയ്യുമ്പോൾ ഒരു ക്ലോഷ്യർ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് രണ്ടുപേര് നമ്മൾ പ്രണയത്തിലാണെങ്കിൽ അവർ വിവാഹം കഴിച്ചു, ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളത് ഒരു ക്ലോഷ്യർ ആണ്. അവർ ഒന്നിച്ചു എന്നുള്ളത്.
അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തു എന്നുള്ളത് ഒരു ക്ലോഷർ ആണ്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലോഷർ ഒന്നുമില്ല. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കും അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ എൻഡ് ചെയ്യുന്നതിനാണ് ഒരു ഓപ്പൺ ആയിട്ടുള്ള എൻഡിങ് എന്ന് പറയല്. അപ്പൊ ഇവിടെ ഒരു ഓപ്പൺ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് എൻഡിങ് ആണ്. ലാസ്റ്റ് നമുക്ക് ഇവരെന്തായിരുന്നു, ഇതിന് പരിഹാരം ഉണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പൊ അത് നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. എന്നൊന്നും അവർ ആ ഒരു സ്ട്രഗിൾ ജീവിച്ചു പോവാണ് എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ അത് തോട്ട് പ്രൊവോക്ക് ചെയ്യും, നമ്മുടെ ചിന്തകളെ അത് പ്രൊവോക്ക് ചെയ്യും. അതുകൊണ്ട് ഓപ്പൺ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഇനി നെക്സ്റ്റ്, ദി ഡിസ്റ്റോപ്പിയൻ വേൾഡ് ഓഫ് ഹാർവെസ്റ്റ് പ്രൈമറിലി ക്രിട്ടിക്സ് കൊളോണിയലിസം, late capitalism and biopolitics, religious orthodoxy, environmental crisis. എന്തിനെയാണ് ഈ ഒരു വർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? പറയൂ. ഡിസ്റ്റോപ്പിയൻ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും ഒപ്റ്റിമിസ്റ്റിക് അല്ല, വളരെ നാശങ്ങൾ വരുന്ന ട്രാജിക് ആയിട്ടുള്ള ഒരു ലോകം. ആ ഒരു ഹാർവെസ്റ്റിലുള്ള ഈ ഒരു ലോകം എന്തിനെയാണ്? കൊളോണിയലിസത്തെയാണ് പറയുന്നത്. അതായത് കോളനിവൽക്കരണത്തിനെതിരാണോ, റിലീജിയസ് ഓർത്തഡോക്സി മതങ്ങൾക്കെതിരാണോ, എൻവയോൺമെന്റൽ ക്രൈസിസ്, എൻവയോൺമെന്റിന് ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പോലെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണോ, ലേറ്റ് ക്യാപിറ്റലിസം ആൻഡ് ബയോ പൊളിറ്റിക്സ് ആണോ? എന്താണ് ലേറ്റ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന്റെ, അതായത് തുടക്കത്തിൽ നമുക്ക് ക്യാപിറ്റലിസം ഒരു നല്ല സംഗതിയായി തോന്നും, പക്ഷെ ലേറ്റർ പീരീഡിലാണ് ഇതിന്റെ നെഗറ്റീവ്സ് ആളുകളെ ബാധിച്ചു തുടങ്ങുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എല്ലാവർക്കും പണം ഉണ്ടാക്കാന്ന്, പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും പണം ഉണ്ടാക്കാൻ പറ്റില്ല. പണം ഉള്ളവന് കൂടുതൽ പണം ഉണ്ടാക്കാനും പണം ഇല്ലാത്തവന് ചൂഷണം ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ ബയോ പൊളിറ്റിക്സ്, മനുഷ്യന്റെ ശരീരത്തിനെ പൊളിറ്റിക്കലാക്കി ഇതിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു ഹാർവെസ്റ്റ് പ്ലേയിൽ കാണിക്കുന്നത്. സോ ലേറ്റ് ക്യാപിറ്റലിസം ആൻഡ് ബയോ പൊളിറ്റിക്സ് ആണ് ഇതിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഹാർവെസ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി ടൈറ്റിൽ ഹാർവെസ്റ്റ് മെറ്റഫറിക്കലി റെഫേഴ്സ് ടു അഗ്രികൾച്ചറൽ സക്സസ്, സീസണൽ ചേഞ്ച്, എക്സ്ട്രാക്ഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ്, കൾച്ചറൽ ഫെസ്റ്റിവൽസ്. ഈ ഒരു ടെക്സ്റ്റിന്റെ ടൈറ്റിൽ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊയ്ത്താണ് അല്ലെ? അപ്പൊ കൊയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഭയങ്കര മെറ്റഫറിക്കൽ ആണ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൊയ്ത്ത് നമ്മൾ യൂഷ്വലി പറയല് കൃഷി, നമ്മള് എങ്ങനെയാണോ പാടത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും അതുപോലെ മനുഷ്യന്റെ ശരീരത്തിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാണ്, ലാഭം ഉണ്ടാക്കിയെടുക്കാണ്. അപ്പൊ അതിനെ എക്സ്ട്രാക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡീസിനെയാണ് ഇവിടെ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന വേർഡ് മെറ്റഫറിക്കലി സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹാർവെസ്റ്റ് എന്ന് പറയുന്ന വർക്കിന് വരാനുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്സ്റ്റിലോട്ട് പോവാം. ഡാൻസ് ലൈക്ക് എ മാൻ. ഡാൻസ് ലൈക്ക് എ മാൻ എന്ന് പറയുന്ന മഹേഷ് ദത്താനിയുടെ പ്ലേ ആണ് നമുക്ക് വരുന്നത്. നിങ്ങൾ ഈ പ്ലേ ഒന്നുകിൽ പ്ലേ കംപ്ലീറ്റ് വായിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ മൂവി കാണണം കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. നമ്മുടെ മലയാളം ആക്ട്രസ് ശോഭനയാണ് ഇതില് ഫീമെയിൽ റോളൊക്കെ ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ യു സീ ദി മൂവി. അപ്പോ മഹേഷ് ദത്താനിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഡാൻസ് ലൈക്ക് എ മാൻ എന്ന് പറയുന്നത്. അവര് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നങ്ങളെ പറഞ്ഞു വെക്കുന്ന ഒരു വർക്കാണിത്. മെയിൻ ആയിട്ട് പാട്രിയാർക്കി, ട്രഡീഷണൽ ഇന്ത്യൻ ഫാമിലി സിസ്റ്റംസ്, ജെൻഡർ റോൾസ്, ആർട്ടിനെ എങ്ങനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നത്, ഇതുപോലുള്ള ഒരുപാട് കൺസേൺസ് ഈ ഒരു വർക്കിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻസ്. The central conflict in Dance Like a Man revolves around economic struggle, gender roles in traditional society, political power, religious identity. ഇതിൽ ഏതാണ് ഈ ഒരു ടെക്സ്റ്റിലെ സെൻട്രൽ കോൺഫ്ലിക്റ്റ്? പലതും വരുന്നുണ്ട്. സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്താ? സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കോർ ആയിട്ടുള്ള പ്രശ്നം എന്താണ്? സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണോ? ജെൻഡർ റോൾസ് ഇൻ ട്രഡീഷണൽ സൊസൈറ്റി, നമ്മുടെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് സ്ത്രീയെയും പുരുഷനെയും ജെൻഡർ റോൾസിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്? അതാണോ? പൊളിറ്റിക്കൽ പവർ ആണോ? രാഷ്ട്രീയമാണോ? റിലീജിയൻ ആണോ? എന്താണ് ഇതിലെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം? എന്താണ് നമ്മുടെ മഹേഷ് ദത്താനിയുടെ വർക്കിൽ വരുന്നത്? ജെൻഡർ റോൾ ആണ് അല്ലെ? അതായത് മെൻ ആർ നോട്ട് സപ്പോസ് ടു ഡാൻസ് എന്നാണ് പറയുന്നത്. അമൃത്ലാൽ ഫാദർ എന്താ പറയുന്നത്? പുരുഷന്മാർ ഒരിക്കലും ഡാൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ അതാണ് ഇതിലെ മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, ജെൻഡർ റോൾസിലേക്ക് ആളുകളെ ഫോഴ്സ് ചെയ്യുന്നതാണ് ഇതിലെ മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം പറയുന്നത്.
Next, Bharatanatyam in the play is portrayed as gender neutral art, masculine art form, feminized and socially restricted for men, irrelevant tradition. ഭരതനാട്യം എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് ഫോമിനെ എങ്ങനെയാണ് നമ്മുടെ വർക്കിൽ കാണിക്കുന്നത്? ജെൻഡർ ന്യൂട്രൽ ആണോ? ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ജെൻഡർ അതിനൊരു വിഷയമല്ല, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ചെയ്യാം. മാസ്കുലിൻ ആർട്ട് ഫോം ആണോ? പുരുഷന് ചെയ്യാനും പറ്റിയിട്ടുള്ളത് എന്നാണോ കൺസിഡർ ചെയ്യുന്നത്? ഫെമിനൈസ്ഡ് ആണോ? അതായത് നമ്മൾ അതിനെ സ്ത്രീത്വത്തോട് കണക്ട് ചെയ്യാണ്. സോ ഇറ്റ്സ് ബീങ് സോഷ്യലി റെസ്ട്രിക്റ്റഡ് ടു മെൻ. പുരുഷൻ അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കാം. ഇറെലവന്റ് ട്രഡീഷൻ, അതൊട്ടും പ്രാധാന്യം ഇല്ലാത്തൊരു കാര്യമാണ്. എന്താണ്? കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് എന്തിനെ ചുറ്റിപ്പറ്റിയാണ്? ഇറ്റ്സ് ബീങ് ഫെമിനൈസ്ഡ്. അതായത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ഡാൻസ് എന്ന് പറയുന്നത്, സ്ത്രീക്കുള്ളതാണ്. പുരുഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഭരതനാട്യം ഇസ് സംതിങ് റെസ്ട്രിക്റ്റഡ് ടു മെൻ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ്. നെക്സ്റ്റ്, the irony in the title lies in Jairaj's inability to meet masculine expectations, men dominating dance, Ratna's failure, society's acceptance. എന്താണ്? ഡാൻസ് ലൈക്ക് എ മാൻ എന്ന് പറയുന്ന ടൈറ്റിൽ ഈ ടെക്സ്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു പുരുഷനെ പോലെ നൃത്തം ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജയറാൾസ് ഇനബിലിറ്റി ടു മീറ്റ് മാസ്കുലിൻ എക്സ്പെക്ടേഷൻസ്. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറച്ച് പുരുഷനുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അത് ജയരാജ് മീറ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. മെൻ ഡൊമിനേറ്റിംഗ് ഡാൻസ്, അതോ പുരുഷന്മാര് ഡാൻസ് രംഗത്ത് ഒരുപാട് എത്തുന്നുണ്ട് എന്നാണോ കാണിക്കുന്നത്? രത്നാസ് ഫെയിലിയർ, ജയരാജിന്റെ വൈഫായിട്ടുള്ള രത്ന, അവളും ഒരു ഭരതനാട്യം ഡാൻസർ ആണ്. അപ്പൊ ഷീസ് നോട്ട് എ ഗുഡ് ഡാൻസർ എന്നാണോ? സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനെയാണോ? എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ടൈറ്റില് ഐറണിയാണ് കേട്ടോ, അതായത് വിരോധാഭാസാണ്. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എന്താ? പറയുന്നത് ഒരു സംഗതി, ഉദ്ദേശിക്കുന്നത് മറ്റേ സംഗതി. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, പെൺകുട്ടികൾ നല്ല രീതിയിൽ എന്തെങ്കിലും നല്ലൊരു സംഗതി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയും അവൾ ആൺകുട്ടിയാണെന്ന് പറയൂ അല്ലെ. അതെന്തുകൊണ്ടാ? നല്ലത് ചെയ്താല്, നല്ലത് ചെയ്യുന്നത് എപ്പോഴും, അല്ലെങ്കിൽ മിടുക്ക് എന്ന് പറയുന്നത് പുരുഷന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ സ്ത്രീകൾ ധൈര്യത്തോടെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പറയും അവള് ആൺകുട്ടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതൊരു ഐറണിയാണ്. നല്ലത് ചെയ്ത സ്ത്രീയാണെങ്കിലും അഭിനന്ദിക്കുന്നത് പൗരുഷത്തെയാണ്. അതുപോലെ ഒരു ഐറണിയാണ് ഡാൻസ് ലൈക്ക് എ മാൻ എന്ന് പറയുന്നത്. ഡാൻസ് എന്ന് പറയുന്നത് പുരുഷന് പറ്റിയതല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് മഹേഷ് ദത്താനി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, a woman in a man's world may be considered as progressive, but a man in a woman's world is pathetic. Who says this? ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ വർക്ക് പഠിക്കുമ്പോഴും നിങ്ങൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയലോഗ്സും കൂടി ഇന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോ ഇങ്ങനെ ഇന്റേണൽ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ, ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻസ് വരും. അപ്പൊ ഇവിടെ പറയാണ്, ഒരു സ്ത്രീ പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ അവളെ പ്രോഗ്രസീവ് എന്നാണ് നമ്മൾ വിളിക്കല്. അതേസമയം ഒരു പുരുഷൻ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ അവന് പത്തറ്റിക് ആയിട്ട്, വളരെ മോശമായിട്ടാണ് നമ്മൾ പറയാ എന്ന് ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആരാണ് ഈ ഡയലോഗ് പറയുന്നത്? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് കേട്ടോ. ഡാൻസ് ലൈക്ക് എ മാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ആരാ പറയുന്നത്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. കാരണം ജയരാജ് എന്ന് പറയുന്നത് ഇതിൽ വിക്റ്റിമാണ്. രത്ന ഇസ് എ വുമൺ. അവൾ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. വിശ്വാസ് അല്ല അല്ലെ, ലതയുടെ ഹസ്ബൻഡ് വിശ്വാസം അല്ല ഇത് പറയുന്നത്. അമൃത്ലാൽ, അതായത് ജയരാജിന്റെ ഫാദർ എന്താ വിശ്വസിക്കുന്നത്? പുരുഷൻ ഒരിക്കലും ഡാൻസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് അദ്ദേഹം ഒരു ആർമി മാൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹം വിശ്വസിക്കുന്നത് പുരുഷന് യുദ്ധം ചെയ്യാനും അങ്ങനെ ഫൈറ്റ് ചെയ്യാനാണ്, സ്ത്രീകളാണ് ഈ പറഞ്ഞ പണികൾക്ക് പറ്റുന്നത് എന്ന ഒരു സ്റ്റീരിയോടൈപ്പാണ് അദ്ദേഹത്തിനുള്ളത്. സോ ഈ ഒരു ഡയലോഗ് അമൃത്ലാൽ പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ദി പ്ലേ സ്ട്രക്ചർ യൂസസ് ലീനിയർ നറേഷൻ, ഡോക്യുമെന്ററി സ്റ്റൈൽ, മോണോലോഗ് only, ഫ്ലാഷ് ബാക്ക് ആൻഡ് ഷിഫ്റ്റ്സ് ഇൻ ടൈം. ഈ ഒരു ടെക്സ്റ്റിന്റെ നറേറ്റീവ് സ്റ്റൈൽ, ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ലീനിയർ നറേഷൻ ആണോ? ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ഓർഡറിൽ ഒരു സംഗതി നടക്കുക, അതിന്റെ അടുത്ത സീനിൽ അടുത്ത സംഗതി നടക്കുക, ഒരേ ഓർഡറിലാണോ? ഡോക്യുമെന്ററി ആയിട്ടാണോ? മോണോലോഗ്, അതായത് ഒരാൾ മാത്രം വിവരിക്കുന്ന രീതിയിലാണോ? ഒത്തിരി ഫ്ലാഷ് ബാക്കും ടൈം ഷിഫ്റ്റുകളൊക്കെ വന്ന് നോൺ ലീനിയർ ആണോ? എങ്ങനെയാണ്? നമുക്ക് ഒത്തിരി ഇത് കാണാം, ഒത്തിരി ഫ്ലാഷ് ബാക്സ് കാണാം. ജയരാജിന്റെയും രത്നയുടെയും പാസ്റ്റ്, ഇവരുടെ പ്രസന്റ് ഒക്കെ വെച്ചിട്ട് ഒത്തിരി ഫ്ലാഷ് ബാക്സും ഷിഫ്റ്റ് ഇൻ ടൈമും ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ്. നെക്സ്റ്റ്, ദി ജനറേഷണൽ കോൺഫ്ലിക്ട് ഇൻ ദി പ്ലേ ഹൈലൈറ്റ്സ് എക്കോണമിക് ഡിഫറൻസസ്, ചേഞ്ചിങ് ആർട്ടിസ്റ്റിക് ടേസ്റ്റ്,
clash between tradition and individual aspiration, political ideologies. ഇതില് ജനറേഷനലി ഉള്ള കോൺഫ്ലിക്റ്റ് എന്താണ്? അതായത് അമൃതലാലിന്റെ തലമുറ വിശ്വസിക്കുന്നതും ഇനി വരുന്ന ജയരാജന്റെ തലമുറ, പിന്നെ നെക്സ്റ്റ് ലതയുടെ തലമുറ, ഇതിൽ ജനറേഷനലി ഉള്ള വ്യത്യാസങ്ങൾ എന്താണ്? എന്തിന്റെ പേരിലാണ് ഇതിൽ ഓരോ തലമുറയുടെ ഇടയിൽ വഴക്ക് സംഭവിക്കുന്നത്? സാമ്പത്തിക എക്കോണമിക് ഡിഫറൻസ് ആണോ? ചേഞ്ചിങ് ആർട്ടിസ്റ്റിക് ടേസ്റ്റ്, ആർട്ട് ഡാൻസിൽ ആളുകളുടെ അഭിരുചി മാറി വരുന്നതാണോ? ഇനി അതല്ല, ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ആസ്പിരേഷൻ. സമൂഹത്തില് നമ്മുടെ ട്രഡീഷൻസ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്ത്രീ ഇങ്ങനെ ആവണം, പുരുഷൻ അങ്ങനെ ആവണം. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇൻഡിവിജ്വൽ ആസ്പിരേഷൻ, വ്യക്തികൾക്ക് അതിൽ വിപരീതമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. ഇത് രണ്ടും തമ്മിലുള്ള സംഘട്ടനമാണോ നടക്കുന്നത്? പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജീസ് ആണോ? എന്താണ് ഇതില് മെയിൻ ആയിട്ട് ഓരോ ജനറേഷന്റെയും ഇടയിൽ വരുന്ന കോൺഫ്ലിക്റ്റിന്റെ മെയിൻ പ്രോബ്ലം എന്താണ്? പറയൂ. Come on, tell me. What is the major concern? ക്ലാഷ് ആണ് അല്ലെ? അതായത് ട്രഡീഷനും ഇൻഡിവിജ്വൽ ആസ്പിരേഷനും തമ്മിലുള്ള ക്ലാഷ് ആണ് ഇതിൽ ഓരോ തലമുറയുടെ ഇടയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ്. The play challenges the idea that art is influenced by society. Gender roles are natural and fixed. Tradition shapes identity. Family affects individuals. ഇതിൽ എന്താണ് ഈ പറയുന്ന പ്ലേ എന്തിനെയാണ് ചാലഞ്ച് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. എന്തിനെയാണ് ചാലഞ്ച് ചെയ്യുന്നത്? ആർട്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൊസൈറ്റി. ആർട്ട് എന്ന് പറയുന്നത് ആർട്ടിനെ സമൂഹം സ്വാധീനിക്കുന്നുണ്ട് എന്നാണോ? ജെൻഡർ റോൾസ് ആർ നാച്ചുറൽ ആൻഡ് ഫിക്സ്ഡ്. എന്തിനാണ് ചാലഞ്ച് ചെയ്യുന്നതെന്നുണ്ട്, എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല. അപ്പൊ ആർട്ടിനെ സമൂഹം സ്വാധീനിക്കുന്നുണ്ട് എന്നത് ഒരിക്കലും ചാലഞ്ച് ചെയ്യുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. യെസ്, ആർട്ട് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഇനി ജെൻഡർ റോൾസ് ആർ നാച്ചുറൽ ആൻഡ് ഫിക്സ്ഡ്. സ്ത്രീ ഇന്നത് ചെയ്യണം, പുരുഷൻ ഇന്നത് ചെയ്യണം എന്നുള്ളത് ഫിക്സ്ഡ് ആണ്, അത് മാറാൻ പാടില്ല എന്ന ആശയത്തെയാണോ ഈ ഒരു പ്ലേ ചാലഞ്ച് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത്? ട്രഡീഷൻ ഷേപ്സ് ഐഡന്റിറ്റി. നമ്മുടെ ട്രഡീഷൻ ആണ് വ്യക്തികളെ ഷേപ്പ് ചെയ്യുന്നത് എന്നതിനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഫാമിലി എഫക്ട്സ് ഇൻഡിവിജ്വൽസ്. എന്തിനെയാണ്? ജെൻഡർ റോൾസ് ആണല്ലോ. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സ്ഡ് അല്ല, അത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഓരോ വ്യക്തികൾക്ക് പല രീതിയിലായിരിക്കും അവരുടെ അഭിരുചികൾ വരുന്നതും താല്പര്യങ്ങൾ വരുന്നതും, അതിനനുസരിച്ച് അത് മാറി വരും. അപ്പൊ ജെൻഡർ റോൾസ് ഫിക്സ്ഡ് ആണ് എന്ന് പറയുന്ന ആശയത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. നെക്സ്റ്റ്, രത്നാസ് സക്സസ് ഈസ് അച്ചീവ്ഡ് ബൈ rejecting patriarchy completely, submitting to tradition, negotiating and using patriarchal structures, avoiding ambition. ഇതില് നമുക്ക് ജയരാജ് എന്ന് പറയുന്ന കഥാപാത്രം അത്ര അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ അല്ല, അദ്ദേഹം തോറ്റുപോയി എന്നാണ് പറയുന്നത്. രത്ന അതേസമയം കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. രത്ന എങ്ങനെയാണ് ഈ സക്സസിലേക്ക് എത്തിയത്? റിജക്റ്റിംഗ് പാട്രിയാർക്കി കംപ്ലീറ്റ്ലി, പുരുഷാധിപത്യത്തിനെതിരെ കംപ്ലീറ്റ് ആയിട്ട് സംസാരിച്ചിട്ടാണോ അവരിങ്ങനെ എത്തിയത്? സബ്മിറ്റിംഗ് ടു ട്രഡീഷൻ, ട്രഡീഷൻസിന് സബ്മിറ്റ് ചെയ്ത് കൊടുത്ത് അവരവരുടെ ഡാൻസ് ഒക്കെ മാറ്റി വെച്ച് കംപ്ലീറ്റ്ലി ട്രഡീഷൻസിനെ ഉൾക്കൊണ്ടൊരു ടിപ്പിക്കൽ ഹൗസ് വൈഫ് ആയിട്ടാണോ? അവോയ്ഡിങ് ആംബിഷൻ, എനിക്ക് ഒരു ആംബിഷനും വേണ്ട, എല്ലാം മാറ്റി വെച്ച് സ്വപ്നങ്ങളെ അയച്ചു വെച്ചിട്ടാണോ? നെഗോഷിയേറ്റിംഗ് ആൻഡ് യൂസിങ് പാട്രിയാർക്കിയൽ സ്ട്രക്ചേഴ്സ്, അതോ അവര് പാട്രിയാർക്കി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടും അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ അമൃതലാലായിട്ടൊരു കോൺട്രാക്റ്റിൽ എത്തുന്നുണ്ട്. ജയരാജിനെ ഞാൻ ഡാൻസ് ചെയ്യിപ്പിക്കില്ല, പകരം എന്റെ കരിയറിനെ അത് ബാധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരൊരു കോൺട്രാക്റ്റിൽ എത്തുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടല്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ അങ്ങനെ ഒരു കോൺവെർസേഷനിലേക്ക് എത്തുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ്. അവരുടെ മുൻപിലുള്ള പാട്രിയാർക്കി എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവരെന്ത് ചെയ്തത്? അവരുടെ കരിയർ സേഫ് ആക്കിയത്. നെക്സ്റ്റ്, ദി പ്ലേ primarily interrogates masculinity through performance and art, religious ritual. എങ്ങനെയാണ് മാസ്കുലിനിറ്റിയെ ഡിസ്കസ് ചെയ്യുന്നത്? ത്രൂ വാക്ക്, എന്ത് ലെൻസിലൂടെയാണ് ഇത് പൗരുഷത്തെ പറ്റി സംസാരിക്കുന്നത്? എങ്ങനെയാണ്? ആർട്ടിന്റെ പെർസ്പെക്റ്റീവിലാണോ? റിലീജിയൻസിന്റെ ബേസിസിലാണോ? എക്കോണമിക് സ്ട്രഗിളിന്റെ ബേസിസിലാണോ? പൊളിറ്റിക്സിന്റെ ബേസിസിലാണോ? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ജെൻഡർ റോൾസിനെ പറ്റിയിട്ട് നമ്മുടെ മഹേഷ് ദത്താനി സംസാരിക്കുന്നത്? പെർഫോമൻസ് ആൻഡ് ആർട്ട് ആണ് അല്ലെ, ഡയറക്റ്റ് ആയിട്ട് പെർഫോമൻസ് ആൻഡ് ആർട്ടിന്റെ ബേസിസിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നെക്സ്റ്റ്, ഈ ഒരു ടോപ്പിക്കിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
Jairaj's crisis is best understood as lack of opportunity, generational rebellion, financial instability, conflict between gender identity and artistic desire. ജയരാജ് ഒരുപാട് ക്രൈസിസിൽ എത്തുന്നുണ്ട്. അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ കിട്ടാണ്ട് പോയിട്ടാണോ? ജനറേഷണൽ റിബല്യൻ, അതായത് അദ്ദേഹം ഫാദർ ആയിട്ടുള്ള ഫൈറ്റും അങ്ങനെയുള്ള ആ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടാണോ? ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി, സാമ്പത്തികമായിട്ട് അദ്ദേഹം നേരിടുന്ന ബുദ്ധിമുട്ട് കാരണമാണോ? കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് ആർട്ടിസ്റ്റിക് ഡിസയർ, അതായത് അദ്ദേഹത്തിന്റെ ആർട്ടിനോടുള്ള താല്പര്യം, അദ്ദേഹത്തിന്റെ ജെൻഡർ ഐഡന്റിറ്റി, അദ്ദേഹം പുരുഷനാണെന്നുള്ള ഒരു റിയാലിറ്റിയും, ഇത് രണ്ടും തമ്മിലുള്ള ക്ലാഷ്. എന്താണ് ഇതിലേക്ക് നയിക്കാനുള്ള ഘടകം? അൾട്ടിമേറ്റ് ആയിട്ട് ആർട്ടിസ്റ്റിക് ഡിസയർ ആണ് അല്ലെ. അതായത് ഫാദർ ഒബ്വിയസ്ലി ഇതിന് അഗെയിൻസ്റ്റ് ആണ്, പക്ഷെ അതേ ഫാദർ ആണ് നമ്മുടെ രത്നക്ക് ഉള്ളത്. ഷീ വാസ് ഏബിൾ ടു ഡു ഇറ്റ് ബിക്കോസ് ഷീ വാസ് എ വുമൻ. പക്ഷെ അതേസമയം ജയരാജൻ അത് പറ്റാണ്ട് പോയത് അവരുടെ ജെൻഡർ ഐഡന്റിറ്റിയും ആർട്ടിസ്റ്റിക് ഡിസയറും തമ്മിലുള്ള ക്ലാഷ് കാരണമാണ്. സമൂഹത്തിൽ പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് കാരണമാണ് അവർക്ക് അവിടെ എത്താൻ പറ്റാണ്ടായി പോയത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ 3 പ്ലേസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 തിയറി പാർട്ടും കൂടിയാണ് വരുന്നത്. സോ എസ് എൻ ദാസ്ഗുപ്തയുടെ തിയറി ഓഫ് രസ, പിന്നെ കുഞ്ഞുണ്ണി രാജയുടെ തിയറി ഓഫ് ധ്വനി, ഇത് രണ്ടുമാണ് നെക്സ്റ്റ് ഉള്ളത് കേട്ടോ. സോ ആദ്യം നമുക്ക് തിയറി ഓഫ് രസ നോക്കാം. ദാസ്ഗുപ്തയുടെ തിയറി ഓഫ് രസ നമുക്ക് ഫസ്റ്റ് നോക്കാം. ദി ടേം രസ ഇൻ ഇന്ത്യൻ എസ്തെറ്റിക്സ് പ്രൈമറിലി മീൻസ് ഇമോഷൻ, flavor or essence experienced by the audience, character trait, plot structure. രസ എന്തിനെയാണ്? രസ എന്ന് പറയുന്ന വേർഡിന്റെ ഒരു വെർബൽ ട്രാൻസ്ലേഷൻ എന്താണ്? വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലിക്കേറ്റ്? അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫ്ലേവർ ഓർ എസൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഓഡിയൻസ് ആണ് അല്ലെ. രസ എന്ന് പറയുന്നതിന്റെ വേർബൽ മീനിങ് സാൻസ്ക്രിത്, ആ രസ എന്ന് പറയുന്ന സാൻസ്ക്രിത് വേർഡിന്റെ വാക്കർത്ഥം തന്നെ ഫ്ലേവർ, രുചി എന്നാണ്. അപ്പൊ ഇറ്റ് ഇംപ്ലിക്കേറ്റ്സ്, അത് സൂചിപ്പിക്കുന്നത് ഫ്ലേവർ ഓർ എസൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഇമോഷൻ, ബൈ ദി ഓഡിയൻസ്. ഓഡിയൻസ് അനുഭവിക്കുന്ന ആ ഒരു അനുഭൂതിയെയാണ് രസ എന്ന് പറയുന്നത് കേട്ടോ, അല്ലാതെ ക്യാരക്ടറോ പ്ലോട്ടോ ഇമോഷനോ ഒന്നും അല്ല. നെക്സ്റ്റ്, S.N. Dasgupta emphasizes that rasa is experienced by the character, actor, spectator, playwright. ഞാൻ പറഞ്ഞു രസ ആണ് നമുക്കൊരു ടെക്സ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് രസമാണെന്ന് പറഞ്ഞു. ഇനി രസ ആരാണ് ചെയ്യേണ്ടത്? ക്യാരക്ടേഴ്സ് ആണോ? ഒരു കഥയിലുള്ള കഥാപാത്രങ്ങളാണോ രസ അനുഭവിക്കേണ്ടത്? ആക്ടേഴ്സ് ആണോ? ഓഡിയൻസ് ആണോ? പ്ലേ റൈറ്റ്, കഥാകൃത്താണോ? ആരാണ് രസ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? ഓഡിയൻസ് ആണ് അല്ലെ. അതായത് ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻ അല്ല, ക്യാരക്ടേഴ്സിന്റെ ഇമോഷനിലൂടെ കാണുന്ന ഓഡിയൻസ് ചെന്നെത്തുന്ന ഇമോഷൻ ആണ്. സോ സ്പെക്ടേറ്റർ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദാസ്ഗുപ്താസ് ഇന്റർപ്രിട്ടേഷൻ ഭാവാസ് ഫങ്ഷൻ ആസ് കോസസ് ലീഡിംഗ് ടു രസ, ഫൈനൽ aesthetic products, irrelevant elements, external decorations. ഒരുപാട് ഭാവങ്ങളെ പറ്റിയിട്ട് എസ് എൻ ദാസ്ഗുപ്ത പറയുന്നുണ്ട്. ഭാവാസ് എന്തിലേക്കാണ് നയിക്കുക? ഭാവാസ് ഫങ്ഷൻ ആസ് വാട്ട്? എന്താണ്? ഡസ് ദേ ലീഡ് ടു രസ? ഭാവങ്ങള് രസയിലേക്ക് നയിക്കുന്നതാണോ? ഫൈനൽ എസ്തെറ്റിക് പ്രൊഡക്റ്റ്, അതായത് ഒരു ആർട്ടിന്റെ ഫൈനൽ റിസൾട്ടിനെയാണോ നമ്മൾ ഭാവ എന്ന് പറയുന്നത്? അതോ ആർട്ടിൽ അത്ര റെലവെന്റ് അല്ലാത്ത എലമെന്റ്സ് ആണോ ഭാവ? എക്സ്റ്റേണൽ ഡെക്കറേഷൻസ്, നമ്മൾ പുറമെ കൊടുക്കുന്ന അലങ്കാരങ്ങളാണോ ഭാവ? എന്താണ് ഭാവ എന്ന് പറയുന്നത്? ദാസ്ഗുപ്ത പറയുന്നത് പ്രകാരം വാട്ട് ഇസ് ഭാവാസ്? എന്താണ്? പറയൂ, വാട്ട് ഇസ് ഭാവാസ്? കോസസ് ലീഡിങ് ടു രസ ആണ് കേട്ടോ. അതായത് ഒരുപാട് ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന ഭാവങ്ങൾ, ഒരു നമ്മൾ സ്റ്റേജിൽ ഒരു നാടകം കാണുമ്പോൾ സ്റ്റേജിലുള്ള ക്യാരക്ടേഴ്സ്, ആക്ടേഴ്സ്, അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളെ, എക്സ്പ്രഷൻസ്, ഈ ഭാവാസ് ആണ് കാണുന്ന കാണികളിൽ രസ ഉളവാക്കുന്നത്. അപ്പൊ നല്ല ഭാവാസ് ഉണ്ടാവുമ്പോഴാണ് എനിക്ക് രസം അനുഭവിക്കാൻ പറ്റുക. സോ ഭാവാസ് ആർ ലീഡിങ് ടു രസ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഭാവ causes leading to rasa. Okay, next,
Dasgupta distinguishes Indian aesthetics from Western theories by stressing plot over emotion, emotion as illusion, realism only, aesthetic experience over imitation. അതായത് നമ്മള് രസ തിയറി പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കമ്പാരിസൺ തന്നിരുന്നു. ആ സമയത്തുള്ള വെസ്റ്റേൺ ഫിലോസഫീസും ഇന്ത്യൻ ഫിലോസഫീസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് വെസ്റ്റേൺ തിയറികളിൽ പറയുന്നത്, എങ്ങനെയാണ് രസ തിയറി പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. അപ്പൊ വെസ്റ്റേൺ തിയറിയിൽ നിന്നും എങ്ങനെയാണ് ഇന്ത്യൻ തിയറി ഡിഫറെന്റ് ആവുന്നത്? പ്ലോട്ട് ഓവർ ഇമോഷൻ ആണോ? അതായത് ഇന്ത്യൻ തിയറികളിൽ കഥയുടെ പ്ലോട്ടിനാണ്, കഥക്കാണ് പ്രാധാന്യം, വികാരങ്ങൾക്കല്ല, ഇമോഷൻസിനല്ല. ഓർ ഇമോഷൻ ആസ് ഇല്യൂഷൻ, വികാരം എന്ന് പറയുന്നത് റിയൽ അല്ല, അതൊരു ഇല്യൂഷൻ ആണ്, ഒരു ഫാന്റസി ആണ് എന്നാണോ? റിയലിസം മാത്രം മതി എന്നാണോ? എസ്തെറ്റിക് എക്സ്പീരിയൻസ് ഓവർ ഇമിറ്റേഷൻ എന്നാണോ? എന്താണ് പറയുന്നത്? എന്താണ് പറയൂ? വെസ്റ്റേൺ തിയറികളിൽ മെയിൻ ആയിട്ട് മൈമസിസ് ആണ് പറയുന്നത്. മൈമസിസ്, ഞാനത് ടൈപ്പ് ചെയ്യാം കേട്ടോ. മൈമസിസ് എന്ന് പറഞ്ഞ ഇമിറ്റേഷൻ ആണ് കേട്ടോ. അരിസ്റ്റോട്ടലിന്റെ എന്താ പറയാ, വെസ്റ്റേൺ ഫിലോസഫി ഒക്കെ പറയുന്നത് ആർട്ട് എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. സോ വെസ്റ്റേൺ ഫിലോസഫിയിൽ ഇമിറ്റേഷൻ ആണ് പ്രാധാന്യമെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ ഇമിറ്റേഷൻ അല്ല പ്രാധാന്യം, എസ്തെറ്റിക് എക്സ്പീരിയൻസിനാണ്. അതായത് നമ്മുടെ റിയൽ ലൈഫിന്റെ അതേപോലെ ആർട്ടിനെ ക്രിയേറ്റ് ചെയ്യാന്നല്ല, ആ ആർട്ട് കാണുമ്പോൾ നമുക്കൊരു അനുഭൂതി അനുഭവപ്പെടാൻ പറ്റും, നമുക്കൊരു അനുഭൂതി വേണം, എസ്തെറ്റിക് എക്സ്പീരിയൻസ് വേണം. സോ ഇമിറ്റേഷനേക്കാൾ ഉപരി എസ്തെറ്റിക് എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ രസ തിയറി പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് വെസ്റ്റേൺ തിയറിയിൽ നിന്നും ഇന്ത്യൻ ഫിലോസഫി ഡിഫറെന്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. The concept of impersonality in Rasa theory implies universalization beyond individual identity, lack of emotion, absence of meaning, mechanical response. അതായത് രസ തിയറി പറയുന്നുണ്ട് ഇംപേഴ്സണാലിറ്റി സാധ്യമാവണമെന്ന്. ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സലൈസേഷൻ, ഒരു വികാരത്തെ എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ മനുഷ്യനും മനസ്സിലാവുന്ന രീതിയിൽ അതിനെ യൂണിവേഴ്സൽ ആക്കലാണോ? ബിയോണ്ട് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. അതായത് നമുക്കൊരു ട്രാജഡി കാണുമ്പോൾ അത് നമ്മുടെ ട്രാജഡി ആയിട്ടല്ല തോന്നേണ്ടത്. നമ്മുടെ ദാസ്ഗുപ്ത പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ വിഷമങ്ങൾക്ക് കരയുന്ന പോലെയല്ല ഒരു ട്രാജിക് നോവൽ, ഒരു ഡ്രാമ കാണുമ്പോൾ കരയല്ല. അത് പേഴ്സണൽ അല്ല, അല്ലെ? വി ആർ ഡിറ്റാച്ച്ഡ് ഫ്രം പേഴ്സണൽ. അത് യൂണിവേഴ്സൽ ആണ്, അത് വളരെ വൈകാരികമാണ്, പക്ഷെ പേഴ്സണൽ അല്ല. അപ്പൊ യൂണിവേഴ്സലൈസേഷൻ ആണോ? ലാക്ക് ഓഫ് ഇമോഷൻ, അത് വികാരങ്ങൾ ഇല്ലാതാക്കുകയാണോ? മീനിങ് ഇല്ലാതാക്കുകയാണോ? അതൊരു മെക്കാനിക്കൽ റെസ്പോൺസ്, വളരെ ഒട്ടും വൈകാരികമല്ലാത്ത ഒരു റെസ്പോൺസ് ആണ് ഓഡിയൻസിൽ നിന്നും ഇംപേഴ്സണാലിറ്റി ആവശ്യപ്പെടുന്നത്. രസ തിയറി പറയുന്ന ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പേഴ്സണൽ ആയി തോന്നരുത്. നമുക്കൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ, ഒരു ട്രാജഡി കാണുമ്പോൾ അത് നമ്മളിലേക്ക് റിലേറ്റഡ് ആയിട്ടല്ല, പക്ഷെ അത് യൂണിവേഴ്സൽ ആണ്, സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് എൻ ട്രൂത്ത് എന്ന് തോന്നണം, പക്ഷെ പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യാനും പാടില്ല. ഓക്കെ, നെക്സ്റ്റ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് രസ. ഞാൻ ഇവിടെ രസയെ പറ്റി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. രസ ഈസ് ഐഡന്റിക്കൽ ടു ഓർഡിനറി പേഴ്സണൽ ഇമോഷൻ. രസ ഓർഡിനറി പേഴ്സണൽ ഇമോഷൻ പോലെ തന്നെയാണ്. രസ ഈസ് എസ്തെറ്റിക് ആൻഡ് യൂണിവേഴ്സലൈസ്ഡ്. രസ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ്, യൂണിവേഴ്സൽ ആണ്, അത് ഒട്ടും പേഴ്സണൽ അല്ല. രസ ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി സ്പെക്ടേറ്റർ. രസ അനുഭവിക്കുന്നത് കാണികളാണ്. എന്താണ്? 1 and 2 ആണോ? 2 and 3 ആണോ? 1 and 3 ആണോ? 1, 2 and 3 ആണോ? ഏതാണ് ഇതിൽ കറക്റ്റ്? 2 and 3 ആണ് അല്ലെ? രസ എന്ന് പറയുന്നത് എസ്തെറ്റിക് ആൻഡ് യൂണിവേഴ്സൽ ആണ്. രസ സ്പെക്ടേറ്റർ, കാണികൾ അനുഭവിക്കുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്. In Dasgupta's reading, the enjoyment of tragedy does not produce real sorrow because the audience is insensitive, the plot is unrealistic, the emotion is aesthetically transformed, the actors are artificial. അതായത് നമ്മളൊരു ട്രാജഡി കാണുമ്പോൾ നമുക്കത് നമ്മുടെ റിയൽ പ്രോബ്ലംസിൽ കരയുന്ന പോലെ അതേ സോറോ അല്ല ഫീൽ ചെയ്യുന്നത്. നമുക്ക് വിഷമം തോന്നും, പക്ഷെ ഡിഫറെന്റ് കൈൻഡ് ആണ് അല്ലെ? അതൊരു എസ്തെറ്റിക് ഇമോഷൻ ആയിട്ടാണ് നമുക്ക് വരാം, അല്ലാതെ പേഴ്സണൽ ഇമോഷൻ ആയിട്ടല്ല. അതെന്തുകൊണ്ടാണ്? ഓഡിയൻസ് വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടാണോ? പ്ലോട്ട് ഒട്ടും റിയലിസ്റ്റിക് അല്ല, പ്രാക്ടിക്കൽ അല്ല നമുക്ക് തോന്നുന്നതുകൊണ്ടാണോ? അതോ ആ ഇമോഷൻസ് എസ്തെറ്റിക്കൽ ആണ്, പേഴ്സണൽ അല്ലാത്തതുകൊണ്ടാണോ? ആക്ടേഴ്സ് ഒട്ടും റിയലിസ്റ്റിക് അല്ല, ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ടാണോ? ഓപ്ഷൻ സി ആണ് അല്ലെ? ഇമോഷൻ എന്ന് പറയുന്നത് അവിടെ എസ്തെറ്റിക്കൽ ആണ്, അല്ലാതെ പേഴ്സണൽ അല്ല, അത് യൂണിവേഴ്സലൈസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്.
Which of the following best captures Dasgupta's idea of aesthetic detachment? Controlled participation without personal involvement, absence of emotion, complete immersion in reality, rejection of art. ഇതിൽ എന്താണ് എസ് എൻ ദാസ്ഗുപ്തയുടെ എസ്തെറ്റിക് ഡിറ്റാച്ച്മെന്റ്, ഇംപേഴ്സണാലിറ്റി ഡിറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്ന ദാസ്ഗുപ്തയുടെ കോൺസെപ്റ്റ് എന്താണ്? ഇമോഷൻസ് ഇല്ലാതാക്കുമ്പോഴാണോ നമ്മൾ ഒരു കഥയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവല്, അതോ കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് ആക്കുമ്പോഴാണോ, അത് ആർട്ടിനെ അതിൽ നിന്നെടുത്ത് ഒഴിവാക്കുമ്പോഴാണോ, അതോ കൺട്രോൾഡ് പാർട്ടിസിപ്പേഷൻ, അതായത് വ്യക്തികളെ പേഴ്സണൽ ആക്കാതെ കൺട്രോൾഡ് പാർട്ടിസിപ്പേഷൻ ഒരു യൂണിവേഴ്സലൈസ് ചെയ്ത് ചെയ്യുമ്പോഴാണോ? ഓപ്ഷൻ എ ആണ് അല്ലെ. ഒരു ടെക്സ്റ്റ് നമുക്ക് കാണുമ്പോൾ ഒരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് ഫീൽ ചെയ്യരുത്. ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ ആൻഡ് ഡിറ്റാച്ച്ഡ്. അപ്പോഴേ നമുക്കത് ആസ്വദിക്കാൻ പറ്റൂ. നമ്മുടെ ലൈഫിനോട് ഭയങ്കര റിയലിസ്റ്റിക് ആകുമ്പോൾ നമുക്ക് അതിനെ എസ്തെറ്റിക്കലി എൻജോയ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ്. Dasgupta's interpretation suggests that art function as a tool of propaganda, a moral lesson, a form of entertainment only, a medium of transcendence. ദാസ്ഗുപ്ത പറയുന്ന പ്രകാരം ആർട്ട് എന്താണ്? പൊളിറ്റിക്കൽ പ്രൊപ്പജൻഡയാണോ, മൊറാലിറ്റി പറയാനാണോ, എന്റർടൈൻമെന്റിനാണോ, ഫോം ഓഫ് ട്രാൻസെൻഡൻസ് ആണ് അല്ലെ. ആർട്ട് എന്ന് പറയുന്നത് ആളുകളെ ഔട്ട്സൈഡ് വേൾഡും അതിന്റെ റിയാലിറ്റി എന്നൊക്കെ ഉയർത്തുന്ന ഒരു ഗെറ്റവേ പോലെ ഒരു ട്രാൻസെൻഡൻസ് ആണ്, അതിനുള്ള ഒരു മാർഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫൈനലി, ദാസ്ഗുപ്ത ക്രിട്ടിക്സ് വെസ്റ്റേൺ എസ്തെറ്റിക്സ് മെയിൻലി ഫോർ ഓവർ എംഫസൈസിങ് imitation, ignoring morality, being too emotional, lack of structure. അദ്ദേഹം വെസ്റ്റേൺ ഫിലോസഫികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്? വെസ്റ്റേൺ ഫിലോസഫീസ് ഭയങ്കര ഇമിറ്റേഷന് പ്രാധാന്യം കൊടുക്കുന്നതിനാണോ, അതോ മൊറാലിറ്റി ഇങ്ങനെ മോറൽ ഉപദേശങ്ങൾ കൊടുക്കുന്നതിനാണോ, വൈകാരികത ഇമോഷണാലിറ്റി കൂടുതലായിട്ടാണോ, അതോ അതിന് സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണോ? ഓവർ എംഫസൈസിങ് ഇമിറ്റേഷൻ ആണല്ലേ, ഭയങ്കര ഇമിറ്റേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. സോ അത്രയാണ് രസ തിയറി എന്ന്. ഇനി ഫൈനലി നമുക്ക് ധ്വനി തിയറിയിൽ ഉള്ളതും കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വെച്ച് കൺക്ലൂഡ് ചെയ്യാം. So Kunyuni Raja interprets Dhwani primarily as sound pattern, suggested meaning beyond literal meaning, emotional reaction, poetic ornament. ധ്വനി എന്ന് പറയുന്നത് എന്താണ്? പറയൂ, പെട്ടെന്ന് പറയൂ. ധ്വനി എന്ന് പറയുന്നത് എന്താണ്? ധ്വനി സജസ്റ്റഡ് മീനിങ് ആണ് അല്ലെ. ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ വാക്കർത്താണ്, വായിച്ചാൽ കിട്ടുന്നതാണ്. ധ്വനി എന്ന് പറഞ്ഞ വാക്കർത്ഥല്ല, അത് ഉദ്ദേശിക്കുന്ന ഇംപ്ലിസിറ്റ് മറഞ്ഞു കിടക്കുന്ന അർത്ഥമാണ്. സജസ്റ്റഡ് മീനിങ് ആണ് ധ്വനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് പോയട്രി? ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പോയട്രി എന്താണ്? ധ്വനി പോയട്രി ആണോ, ഗുണിബുദ്ധ പോയട്രി ആണോ, ചിത്ര പോയട്രി ആണോ? ഏതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് പോയട്രി എന്ന് പറയുന്നത്? ധ്വനി പോയട്രി ആണ് അല്ലെ. നെക്സ്റ്റ്, ദി എസൻസ് ഓഫ് പോയട്രി ഇൻ ധ്വനി തിയറി ലൈസ് ഇൻ മീറ്റർ, റൈം, സജഷൻ, പ്ലോട്ട്. അതായത് ധ്വനി തിയറി പ്രകാരം ഒരു പോയട്രിയുടെ ഏറ്റവും നല്ല ഭാഗം, ഏറ്റവും കോർ എന്ന് പറയുന്നത് എന്താ? നല്ല മീറ്റർ ആണോ, നല്ല റൈം സ്കീം ആണോ, നല്ല സജഷൻ കൊടുക്കാന്നുള്ളതാണോ, നല്ല പ്ലോട്ട് ആണോ? സജഷൻ ആണല്ലേ, അതിന്റെ സജസ്റ്റഡ് മീനിങ്ങിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. നെക്സ്റ്റ്, സജസ്റ്റഡ് മീനിങ് ആണ് കേട്ടോ. ധ്വനി എന്ന് പറയുന്നതിന് സജസ്റ്റഡ് മീനിങ്, അതായത് ഒരു ടെക്സ്റ്റിൽ എല്ലാ അർത്ഥവും ഇങ്ങനെ വിശദീകരിക്കല്ല വേണ്ടത്. ഇംപ്ലിസിറ്റ് സിംബോളിക്കലി കാര്യങ്ങൾ പറയാൻ പറ്റും, പറയുന്ന കാര്യങ്ങളുടെ ഉള്ളില് മീനിങ് സജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദി തിയറി ഓഫ് ധ്വനി ഗീവ്സ് പ്രൈമസി ടു വേർഡ് ഓർ ശബ്ദ, meaning or artha, suggestion or vyanjana, meter or chandas. തിയറി ഓഫ് ധ്വനിയിൽ ഏറ്റവും പ്രാധാന്യം എന്തിനാണ്? സെയിം ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതിന്റെ ആ ഒരു ടേം നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് കേട്ടോ. ശബ്ദ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം, വാക്കുകൾക്കാണ് ശബ്ദ എന്ന് പറയുന്നത്. അർത്ഥ എന്ന് പറഞ്ഞ മീനിങ്ങിന്, വ്യഞ്ജന എന്ന് പറഞ്ഞ സജഷൻ, മീറ്ററിന് ചണ്ടാസ് എന്നാണ് പറയല്. സോ ടേംസ് നോട്ട് ചെയ്യാനാണ്. നമുക്കറിയാം സജഷൻ ആണ്. നെക്സ്റ്റ്, Kunyuni Raja highlights that Dhwani requires only linguistic knowledge, reader sensitivity and imagination, historical awareness, logical reasoning. ഒരു ടെക്സ്റ്റ് വായിച്ചാല് അതിന്റെ ധ്വനി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് ലാംഗ്വേജിലുള്ള വിവരോ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള നോളജോ ലോജിക്കൽ റീസണിങ് കപ്പാസിറ്റി ഒന്നുമല്ല. വായനക്കാരൻ സെൻസിറ്റീവ് ആയിരിക്കണം. അവന് ഇമാജിൻ ചെയ്യാനും ഉൾക്കൊള്ളാനും ഉള്ള ഒരു സെൻസിറ്റിവിറ്റി വേണം, ലിറ്റററി സെൻസിറ്റിവിറ്റി വേണം. അപ്പോ ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ്. നെക്സ്റ്റ്, ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ധ്വനി ആൻഡ് രസ ഇസ് ദാറ്റ് ദേ ആർ അൺറിലേറ്റഡ്. ധ്വനി ലീഡ്സ് ടു രസ റിയലൈസേഷൻ, രസ റീപ്ലേസസ് ധ്വനി, ധ്വനി ഒപ്രസസ് രസ.
രസയും ധ്വനിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ധ്വനി ലീഡ്സ് ടു രസ ആണ് അല്ലെ. ധ്വനി എന്ന് പറയുന്ന സജസ്റ്റഡ് മീനിങ് ഉൾക്കൊള്ളുമ്പോഴാണ് ആ ഒരു കാഴ്ചക്കാരനിൽ രസം ഉണ്ടാവുന്നത്. ആ അർത്ഥം കിട്ടുമ്പോഴാണ് നമുക്ക് രസം അനുഭവിക്കാൻ പറ്റുന്നത്. സോ ധ്വനി ലീഡ്സ് ടു രസ. നെക്സ്റ്റ്, ധ്വനി തിയറി പ്രയോറിറ്റൈസസ് സ്ട്രക്ചർ ഓവർ മീനിങ്, മീനിങ് ഓവർ എക്സ്പ്രഷൻ, എക്സ്പ്രഷൻ ഓവർ മീനിങ്, സൗണ്ട് ഓവർ സെൻസ്. ധ്വനി തിയറിയിൽ എന്തിനാണ് പ്രാധാന്യം? മീനിങ്ങിനേക്കാളും സ്ട്രക്ചറിനാണോ, എക്സ്പ്രസ് ചെയ്യുന്ന രീതിയേക്കാളും അർത്ഥത്തിനാണോ, മീനിങ്ങിനേക്കാളും എക്സ്പ്രസ് ചെയ്യുന്ന രീതിക്കാണോ, അത് എന്ത് സെൻസ് ആണ്, നമുക്ക് എന്ത് സെൻസിറ്റീവ് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നതിലുപരി ശബ്ദത്തിനാണോ, അതായത് പറയുന്ന ശൈലിക്കാണോ, എന്തിനാണ് പ്രാധാന്യം? മീനിങ് ആണ് അല്ലെ. അതായത് ധ്വനി എന്ന് പറഞ്ഞാൽ തന്നെ സജസ്റ്റഡ് മീനിങ് ആണ്. സോ അവിടെ മീനിങ് ഓവർ എക്സ്പ്രഷൻ, പറയുന്ന ശൈലിയോ രീതിയോ ശബ്ദങ്ങളോ സ്ട്രക്ചറോ ഒന്നുമല്ല, അർത്ഥത്തിനാണ് പ്രാധാന്യം. ഇനി ഇൻ ധ്വനി തിയറി ലക്ഷണ റെഫേഴ്സ് ടു സജസ്റ്റഡ് മീനിങ്, സെക്കൻഡറി മീനിങ്, ലിറ്ററൽ മീനിങ്, ഇമോഷണൽ എഫക്റ്റ്. ലക്ഷണ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന വേർഡ്സ് വ്യഞ്ജന, ലക്ഷണ, അഭിധ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലക്ഷണ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മീനിങ്ങിനെയാണ് ലക്ഷണ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ധ്വനി തിയറി ദെൻ ലിറ്ററൽ മീനിങ് ഈസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ആൻഡ് ഓൺലി സജഷൻ ഓപ്പറേറ്റ്സ്. ഇറ്റ് ഈസ് കോൾഡ് വസ്തുധ്വനി, അലങ്കാരധ്വനി, രസധ്വനി, അവിവക്ഷിത വാക്യധ്വനി. എന്ത് ധ്വനിയാണ്? അതായത് ലിറ്ററൽ മീനിങ് ഇല്ല, നമുക്കൊരു വരി വായിച്ചാൽ വാക്കർത്ഥം വെച്ച് ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ അതിലൊരു സിംബോളിക് മീനിങ് ഉണ്ട്, സജസ്റ്റഡ് മീനിങ് ഉണ്ട്. എന്താണ്? ലിറ്ററൽ മീനിങ് ഇല്ല, സജസ്റ്റഡ് മീനിങ് ഉള്ളൂ എന്നതിനെ നമ്മൾ അവിവക്ഷിത വാക്യധ്വനി എന്നാണ് പറയാം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ധ്വനി പഠിച്ചിട്ടുണ്ട്, അപ്പൊ അവിടെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ധ്വനി തിയറി അഭിധ റെഫേഴ്സ് ടു സജസ്റ്റഡ് മീനിങ്, സെക്കൻഡറി മീനിങ്, ലിറ്ററൽ മീനിങ്, ഇമോഷണൽ എഫക്റ്റ്. ധ്വനി തിയറിയിൽ അഭിധ എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്ററൽ മീനിങ് ആണ്. അതായത് അഭിധ എന്ന് പറഞ്ഞ വാക്കർത്ഥാണ്. നമുക്കൊരു ടെക്സ്റ്റിൽ വാക്കുകൾ വെച്ച് മനസ്സിലാവുന്ന അർത്ഥത്തെയാണ് ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. വാക്കുകൾ വെച്ചിട്ടല്ല, അത് സൂചിപ്പിക്കുന്ന ഒരു അർത്ഥം, അതിന്റെ ഉള്ളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന അർത്ഥത്തെയാണ് നമ്മൾ സജസ്റ്റഡ് മീനിങ് അഥവാ ധ്വനി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. കുറച്ചധികം ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളത്, കാരണം നമുക്ക് 50 ക്വസ്റ്റ്യൻ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? ഇറ്റ്സ് ഓൾറെഡി പാസ്റ്റ് 9, 9 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് കംപ്ലീറ്റഡ് 50 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒത്തിരി പേര് ആൻസർ ചെയ്തു കേട്ടോ, ആൻഡ് ഐ എം സോ ഹാപ്പി. ആൻസർ ചെയ്തിട്ടുള്ളവരെല്ലാം ഒത്തിരി കറക്റ്റ് ആൻസേഴ്സ് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മേക്ക് ഷുവർ യു കവർ ഓൾ ദി ക്ലാസ്സസ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവാട്ടോ. ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. ഇതുപോലെ ഡേറ്റ്സും ഒരു ടെക്സ്റ്റിന്റെ പ്ലോട്ടും കാര്യത്തിനൊക്കെ അത്രയും പ്രാധാന്യം വരുന്നുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. ലെറ്റ്സ് കൺക്ലൂഡ് ഫോർ നൗ. ഓക്കെ അല്ലേ? കൺക്ലൂഡ് ചെയ്യാം. Thank you so much, kids. Bye bye.